കെ വി എസ് ഹരിദാസ്, നോക്കൂ, ചില കോൺഗ്രസ് നേതാക്കളുടെയെങ്കിലും നാവിൽ ഇപ്പോഴും ഇന്റേണൽ ഡിസ്റ്റർബൻസ് നിലനിൽക്കുന്നുണ്ട്. അടിയന്തരാവസ്ഥയെ അവരിൽ പലരും ഇപ്പോഴും ഉള്ളിൽ ന്യായീകരിക്കുന്നുമുണ്ട്. മറുപടി. അല്ല, എനിക്ക് സഹതാപമാണുള്ളത്. എൻ്റെ നിയാസിനോട് കടുത്ത സഹതാപമാണുള്ളത്. ഇപ്പോൾ അദ്ദേഹം വന്നിട്ട് അടിയന്തരാവസ്ഥയെ ന്യായീകരിക്കുകയാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരവും അവകാശവും ഉണ്ട്, ചെയ്തത് ശരിയാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം മറക്കരുത്, നിങ്ങളുടെ പാർട്ടി തന്നെ പിന്നീട് ഒരു കാലഘട്ടത്തിൽ അന്ന് ചെയ്തതൊക്കെ പാതകമായി പോയി, തെറ്റായിപ്പോയി എന്ന് കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. മറക്കരുത്. ആ കുറ്റസമ്മതം മാർക്സിസ്റ്റുകാരുടെ കുറ്റസമ്മതം പോലെയാണോ? പിന്നീട് നിങ്ങൾ ഓരോ രാജ്യത്തിന് അപകടകരമായ പലതും ചെയ്തിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ. പക്ഷെ അതിന് വഴിവെച്ച സാഹചര്യം കൂടി നിങ്ങൾ പരിശോധിക്കണം. നിങ്ങളിപ്പോൾ പറയുന്നുണ്ടല്ലോ JP-യുടെ പ്രസംഗമാണ് കാരണമെന്ന്. JP-യുടെ പ്രസംഗത്തിന് മുമ്പ് അലഹബാദ് ഹൈക്കോടതി വിധി ഉണ്ടായത് നിങ്ങൾ മറന്നുപോയോ? ഇന്ദിരാഗാന്ധിയെ എന്താ പറയാ, 6 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല എന്ന് ഉത്തരവിട്ടത് നിങ്ങൾ മറന്നുപോയോ? സുപ്രീം കോടതിയിൽ അത് സ്റ്റേ ചെയ്തിരുന്നു. ഞാൻ പറയട്ടെ നിയാസെ, നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ മിണ്ടാതിരുന്നല്ലോ. സ്റ്റേ ചെയ്തിരുന്നു. അത് നിങ്ങൾ പറയാതെ പോകരുത്. സുപ്രീം കോടതിയിൽ നിങ്ങൾ പോയി. ഞാൻ പറയട്ടെ. അല്ല നിയാസ്, ഞാൻ അതിലേക്ക് തന്നെ വരുന്നത്. ഒരു ഹൈക്കോടതി അല്ല കൃഷ്ണരാജെ, ഒരു ഹൈക്കോടതി ഒരു വിധി പ്രസ്താവിച്ചാൽ അതുമേൽ അപ്പീൽ പോയാൽ സ്വാഭാവികമാണ് ആ കേസ് അഡ്മിറ്റ് ചെയ്യും. കാരണം ഇത് ജനാധിപത്യ രാജ്യമാണ്. ആ അപ്പീൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ അപ്പീലുമ്പോൾ തീർപ്പുണ്ടാകുന്നത് വരെ വേറൊരു ഉത്തരവില്ല. ഇവിടെ ആ ഉത്തരവ് ഇറക്കിയതാരാന്നും കൂടി നമ്മൾ ഓർക്കണം. കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനായിരുന്ന ജസ്റ്റിസ് VR കൃഷ്ണയ്യരാണ്. കൃഷ്ണയ്യരുടെ ആ ഉത്തരവാണ് ഈ അപകടം കാണിച്ചു വെച്ചത്. അത് വേറെ കാര്യം. ഇനി ഇതും കഴിഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ഒരു ഉത്തരവ് നിലനിൽക്കുമ്പോൾ ഈ സുപ്രീം കോടതി വിധി പ്രസ്താവിക്കുന്നത് വരെ ഇന്ദിരാഗാന്ധിക്ക് സുഖമായിട്ട് കൊണ്ടുപോകാമായിരുന്നല്ലോ ഭരണം. പിന്നെന്തിനാ അവര് രാഷ്ട്രപതിയെയും സ്പീക്കറെയും അതുപോലെ തന്നെ ഉപരാഷ്ട്രപതിയുടെയും പ്രധാനമന്ത്രിയുടെയും ഒക്കെ തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് നിയമ ഭേദഗതി കൊണ്ടുവന്നത്, ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നത്? അത് രാജ്യത്ത് എവിടെയെങ്കിലും കേട്ടുകളുള്ളതാണോ? എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ പോയത്? അതിനെന്താ കോൺഗ്രസ്സുകാരുടെ മറുപടി? തെരഞ്ഞെടുപ്പ് ഹർജി കൊടുത്ത് സുപ്രീം കോടതിയിൽ നിൽക്കുമ്പോൾ അതിന്മേൽ തീർപ്പ് കൽപ്പിക്കുന്ന കോടതി പരിഗണിക്കുന്നതിന് മുമ്പ് സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ എടുത്തു കളഞ്ഞുകൊണ്ട് എന്തിനാ ഭേദഗതി കൊണ്ടുവന്നത്? അത് ജനാധിപത്യപരമാണോ? അങ്ങനെ ഇവരുടെ മുമ്പിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോൺഗ്രസ്സുകാരുടെ മുമ്പിൽ ഒരു അജണ്ടയേ ഉള്ളൂ: ഇന്ദിരാഗാന്ധിയെ സംരക്ഷിക്കണം. ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കാം നിയാസിനെ. അന്ന് PMOയിൽ ഉണ്ടായിരുന്ന, ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ PMOയിൽ ഉണ്ടായിരുന്ന ഒരു IAS ഉദ്യോഗസ്ഥനുണ്ട്, ബിഷൻ ടാൻഡൻ. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് ഈ അടിയന്തരാവസ്ഥയ്ക്കൊക്കെ ശേഷമാണ്. അതിൻ്റെ പുസ്തകത്തിൻ്റെ പേര് PMO ഡയറി എന്നാ. അന്ന് ഈ അലഹബാദ് ഹൈക്കോടതി വിധി ഉണ്ടായതിനു ശേഷം PMOയിൽ നടന്ന ചർച്ചകളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അതിലുണ്ട്. രാത്രി 10 മണിക്ക് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസറെ വിളിച്ചു വരുത്തിയിട്ട് ഇന്ദിരാഗാന്ധി അറിയിക്കുന്നത്, നിങ്ങൾ മീഡിയ മാനേജ് ചെയ്തോളണം, ഞാൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞത് ഉൾപ്പെടെ. കെ വി എസ് ഹരിദാസ്